ഹായ് ഓൾ, വെൽക്കം ടു ജയലൻ. ജയലന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് HSA മലയാളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കറിയാം HSA മലയാളത്തിൻ്റെ പരീക്ഷ അടുത്തിന് വരാൻ പോവാണ്. ഇപ്പോൾ മാർച്ചായി. ഇപ്പോൾ ഡിസംബർ 31 എന്ന നോട്ടിഫിക്കേഷന് ജനുവരിയിൽ ലാസ്റ്റ് വീക്കിലായിരുന്നു അപ്ലൈ ചെയ്യേണ്ട സമയം. എല്ലാവരും അപ്ലൈ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും അതിൻ്റെ അപ്ലൈ ചെയ്ത ആപ്ലിക്കൻസിൻ്റെ എണ്ണമൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷകരെക്കാളൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ ഈ പ്രാവശ്യത്തെ അപേക്ഷയിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ HSA മലയാളം മാത്രം എടുക്കുകയാണെങ്കിൽ തന്നെ ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട്. പ്രത്യേകിച്ച് അത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, കേട്ടറ്റ് പരീക്ഷയുടെ സ്വാധീനം ഉണ്ട് അല്ലേ. കേട്ടറ്റ് പരീക്ഷ പാസ്സാവാത്ത കുട്ടികൾക്ക് HSA അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ കേട്ടറ്റ് ഉള്ളവർ മാത്രമാണ് ഇപ്പോൾ HSAക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ജില്ലയിലെയും ആപ്ലിക്കൻസിന്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അവിടെ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഈ ആപ്ലിക്കൻസിൻ്റെ ഇടയിൽ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ വിജയം ഉണ്ടാവുകയുള്ളൂ. അപ്പം ആദ്യത്തെ 10 റാങ്കിനുള്ളിൽ ഉൾപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലയാളം അധ്യാപകരെ സംബന്ധിച്ച്, മലയാളം ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഞാൻ പറയാൻ ശ്രദ്ധിക്കണം. ആദ്യത്തെ 10 റാങ്കിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുക, ഉൾപ്പെടാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. അപ്പം അതുപോലുള്ള ഒരു പഠന രീതിയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കൈകാര്യം ചെയ്തു പോകേണ്ടത്. ഇനിയും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. ഇനി മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഈ ഒരു 5 മാസം കൊണ്ട്, ഓഗസ്റ്റിലെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം ഉണ്ടാവും. അപ്പോൾ അത്രയും ആ സമയം കൊണ്ട് 5 മാസം കൊണ്ട് ഒരു 150 ദിവസം കൊണ്ട് നമുക്ക് ഈ സിലബസ് കവർ ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു പഠനത്തിന്റെ തന്ത്രം, ഒരു സ്ട്രാറ്റജി നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുക. അപ്പോൾ കൂടുതൽ നിങ്ങളോട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ഈ ക്ലാസ്സിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് HSA മലയാളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മധ്യകാല കവിതാ സാഹിത്യം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഒരു 10 ചോദ്യങ്ങളാണ്. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നില്ല. അത്യാവശ്യമുള്ള പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 10 ചോദ്യങ്ങളാണ്. ഇതേപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ജയലേണിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് HSA മലയാളം പഠിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു മധ്യകാല മലയാള കവിത. മധ്യകാല മലയാള കവിത എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിരൂപണത്തെ കുറിച്ചുള്ളതും അതിനു മുമ്പ് തന്നെ പ്രാചീന കവിത, രാമചരിതം, തിരുനെൽമാല, അങ്ങനെയുള്ള ഇതിനെക്കുറിച്ചൊക്കെ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഗദ്യം ചെയ്തു, ഇത് നിരൂപണം ചെയ്തു. ഇനി നമ്മൾ ഇന്ന് എടുക്കുന്നത് ഈ പറയുന്ന മധ്യകാല കവിതയാണ്. ആ മധ്യകാല കവിതാ സാഹിത്യത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാവ്യ പ്രസ്ഥാനങ്ങൾ, കവിതാ പ്രസ്ഥാനങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് നമുക്കറിയാം. ഗാഥാ പ്രസ്ഥാനം, അതുപോലെ കിളിപ്പാട്ട് പ്രസ്ഥാനം, ഭക്തി പ്രസ്ഥാനം, ജ്ഞാനപ്പാനയൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ പാന, അതായത് പുത്തൻ പാന പോലുള്ള കൃതികൾ, അതുപോലെ മാപ്പിളപ്പാട്ടിന്റെ സാഹിത്യ രൂപങ്ങൾ, ഇതെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഗാഥ എന്ന പദം ആദ്യമായി മലയാളത്തിൽ പ്രയോഗിച്ച് ഏത് കൃതിയിലാണ് ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഗാഥ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരുന്നതും അല്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതും ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കാണല്ലോ കൃഷ്ണഗാഥ എന്ന് പറയുന്നത് അല്ലെ. ചെറുശ്ശേരി നമ്പൂതിരിയുടെ കൃഷ്ണഗാഥ. അതിന്റെ മറ്റൊരു പേരാണ് കൃഷ്ണപ്പാട്ട് എന്ന് നമുക്കറിയാം. അതുപോലെ ഗാഥാവൃത്തം എന്ന പേരിൽ അറിയപ്പെടുന്ന മഞ്ജരി വൃത്തത്തെ കുറിച്ച് അറിയാം. കൃഷ്ണഗാഥയുടെ കഥാ പശ്ചാത്തലം അല്ലെങ്കിൽ കവിത എഴുതുന്നതിനുള്ള പശ്ചാത്തലം, ഐതിഹ്യ കഥയൊക്കെ നമുക്കറിയാം. അതിനുള്ള ചോദ്യങ്ങളൊന്നും വരില്ലെങ്കിലും അതിൽ അലങ്കാരങ്ങൾ, ഉൽപ്രേക്ഷ, ഉപമ പോലുള്ള അലങ്കാരങ്ങൾ ഒത്തിരി നമുക്കറിയാം. അതുപോലെ കൃഷ്ണഗാഥയ്ക്ക് വിഷയമായിട്ടുള്ള ഭാഗവതം ദശമസ്കന്ധം എന്ന് പറയുന്ന ഭാഗവും നമുക്കറിയാം. എന്നാൽ ഈ ഗാഥ എന്ന് പറഞ്ഞ പേര് ആദ്യമായിട്ട് മലയാളത്തിൽ ഏത് കൃതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഓപ്ഷൻ നോക്കിയേ. കൃഷ്ണഗാഥ, ഉണ്ണിച്ചിരുദേവി ചരിതം, ഉണ്ണുനീലി സന്ദേശം, ജ്ഞാനപ്പാന. ഇതിലേത് കൃതിയിലാണ് ഗാഥ എന്ന പേര് ആദ്യമായിട്ട് പ്രയോഗിച്ചത്? അപ്പോ പലർക്കും എന്താ പറയുക, ഈ ഗാഥ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ ഇവിടെ ഓപ്ഷൻ കൃഷ്ണഗാഥയിലേക്ക് നമുക്ക് പോകും അല്ലെ. കൃഷ്ണപ്പാട്ട്, ഗാഥ എന്ന് പറഞ്ഞാൽ പാട്ട് എന്നാണെന്ന് അറിയാം. അപ്പൊ കൃഷ്ണപ്പാട്ട് എന്ന പേരുള്ള കൃഷ്ണഗാഥയിലേക്ക് പോകും. പക്ഷെ അതല്ല ഉത്തരം.
കൃഷ്ണഗാഥ എന്ന് പറയുന്നിട്ടുള്ള കൃതി രചിച്ചതിന് ശേഷം ഗാഥാ പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാഹിത്യ പ്രസ്ഥാനം ഉണ്ടായി, ശരിയാണ്. പക്ഷേ ചെറുശ്ശേരിയുടെ കണ്ടെടുക്കപ്പെട്ടുള്ള വെച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൃതി കൃഷ്ണഗാഥയാണ്. മറ്റു കൃതികളെ കുറിച്ച് അങ്ങനെ കൂടുതലായിട്ട് സാഹിത്യ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നില്ല. ചെറുശ്ശേരിയുടെ കൃതികളെ കുറിച്ചുള്ള പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഏതാണ് കൃതി എന്ന രീതിയെ കുറിച്ച് കൂടുതലുള്ള വിവരങ്ങളൊന്നും വന്നിട്ടില്ല. എന്തു വന്നാലും ചെറുശ്ശേരിയെ പ്രശസ്തനാക്കിയത് അല്ലെങ്കിൽ മഹാകവിയാക്കിയത് കൃഷ്ണഗാഥ എന്ന മഹാകാവ്യം തന്നെയാണ്. അപ്പൊ ഗാഥ എന്ന പദം ഇവിടെ ആദ്യമായിട്ട് മലയാളത്തിൽ ഏത് കൃതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, ഉണ്ണിച്ചിരുദേവി ചരിതത്തിലാണ്. ഇനി ഉണ്ണിച്ചിരുദേവി ചരിതം എന്താണ് അതറിയാലോ. എന്താണ്? മണിപ്രവാള കാവ്യമാണ് അല്ലെ. മണിപ്രവാള ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള കാവ്യങ്ങളിൽ ഒന്നാണ് ഉണ്ണിച്ചിരുദേവി ചരിതം അല്ലെ. ഇത് ഇവിടെ പെടുന്നതാണ് അച്ചി ചരിതങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു കാവ്യമാണ് അല്ലെ. ഏതൊക്കെയാണ് അച്ചി ചരിതം? ഉണ്ണിച്ചിരുദേവി ചരിതം, ഉണ്ണിയാടി ചരിതം, ഉണ്ണിയച്ചി ചരിതം. ഇങ്ങനെയുള്ള 3 അച്ചി ചരിതങ്ങളിൽ പെടുന്ന ഉണ്ണിച്ചിരുദേവി ചരിതത്തിലാണ് ഗാഥ എന്ന പദം ആദ്യമായിട്ട് പ്രയോഗിച്ചത്. ഓക്കെ. പിന്നെ എന്താണ്? ഉണ്ണുനീലി സന്ദേശം. ഇത് രണ്ടും എന്താണ്? ഈ പറയുന്ന ഒരേ രൂപത്തിൽ ഒരേ കാലഘട്ടത്തിൽ, ഇത് മണിപ്രവാള കാവ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് അല്ലെ. മണിപ്രവാള കാവ്യം എന്ന് പറയുമ്പോൾ ചമ്പുക്കൾ തുടങ്ങിയിട്ട് അതുപോലെ അച്ചി ചരിതങ്ങള് അതുപോലെ സന്ദേശ കാവ്യങ്ങള് ഒക്കെ മണിപ്രവാള കാവ്യങ്ങളിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ വൈശികതന്ത്രം അല്ലെ, ആദ്യത്തെ മണിപ്രവാള കാവ്യമായ വൈശികതന്ത്രം, അവസാനത്തെ മണിപ്രവാള കാവ്യമായ ചന്ദ്രോത്സവം, ഇതെല്ലാം ആ ഒരു കാവ്യ സരണിയിൽ പെടുന്നവയാണ്. അപ്പോ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഗാഥ എന്ന പദം ആദ്യം ഉപയോഗിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ണിച്ചിരുദേവി ചരിതം എന്ന കൃതിയിലാണെന്ന് ഓർത്ത് വെക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, മറന്നു പോകാതെ പഠിക്കുക. ഓക്കെ. ദെൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഇത്രയേ ഉള്ളൂ, താഴെ പറയുന്നവയിൽ കിളിപ്പാട്ട് വൃത്തം അല്ലാത്തത് ഏത്? അപ്പൊ നമ്മൾ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയെ കുറിച്ച് പറഞ്ഞു, ഗാഥാ പ്രസ്ഥാനം പറഞ്ഞു. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് കിളിപ്പാട്ട് പ്രസ്ഥാനമാണ്. അറിയാലോ, കിളിയെ കൊണ്ട് കവിത പാടിപ്പിച്ച പ്രസ്ഥാനം ആരാണെന്ന് അറിയാലോ, നമ്മുടെ ഭാഷാപിതാവായ എഴുത്തച്ഛനാണ്. അപ്പൊ അദ്ദേഹം ഈ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൽ രചിച്ചിട്ടുള്ള കൃതികൾ, അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് തുടങ്ങിയിട്ടുള്ള കൃതികളൊക്കെ രചിച്ചിട്ടുള്ളതിൽ ഉപയോഗിച്ചിരിക്കുന്ന വൃത്തങ്ങളുണ്ട്. അതിനെയാണ് കിളിപ്പാട്ട് വൃത്തങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ 4 ഓപ്ഷൻ തന്നേക്കണതിൽ ഒരെണ്ണം എന്തല്ല, കിളിപ്പാട്ട് വൃത്തമല്ല. അതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കിളിപ്പാട്ട് വൃത്തമല്ലാത്തത്? കളകാഞ്ചി, അന്നനട, കാകളി, നദോന്നത. ഇതിലേത് വൃത്തമാണ് കിളിപ്പാട്ട് വൃത്തം അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതായിരിക്കും? കണ്ണും പൂട്ടി നമുക്ക് പറയാം, ഓപ്ഷൻ ഡി ആണ്, നദോന്നതയാണ്. നദോന്നത എന്ന വൃത്തം വഞ്ചിപ്പാട്ട് വൃത്തമാണെന്ന് നമുക്കറിയാം. ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. രാമപുരത്ത് വാര്യര് എഴുതിയ വഞ്ചിപ്പാട്ട് അല്ലെ, കുചേല വൃത്തം വഞ്ചിപ്പാട്ട്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വൃത്തമാണ് നദോന്നത എന്ന് പറയുന്നത്. ബാക്കി 3 എന്ത്? കിളിപ്പാട്ട് വൃത്തം എന്നറിയപ്പെടുന്നത്. അതുപോലെ കേകയുണ്ട്, ഊനകാകളിയുണ്ട്, അതെല്ലാം ഈ പറയുന്ന കിളിപ്പാട്ട് വൃത്തങ്ങളാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വൃത്തങ്ങളാണ് കളകാഞ്ചി, അന്നനട, കാകളി, കേക, ഊനകാകളി തുടങ്ങിയവ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ആ വൃത്തങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് സ്കൂളുകളിൽ പഠിപ്പിക്കാനില്ലെങ്കിലും നമുക്ക് മത്സര പരീക്ഷയ്ക്ക് പ്രത്യേകിച്ച് HSA മലയാളത്തിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ്. അപ്പൊ എന്തൊക്കെയാണ് കൃത്യമായി പഠിച്ചു വെക്കണം. കിളിപ്പാട്ട് വൃത്തമുണ്ട്, ഗാഥാവൃത്തമുണ്ട്, തുള്ളൽ വൃത്തമുണ്ട് അല്ലെ, വഞ്ചിപ്പാട്ട് വൃത്തമുണ്ട്. അങ്ങനെയുള്ള വൃത്തങ്ങളിലൊക്കെ രചിച്ചിട്ടുള്ളതാണ്. ഈ വഞ്ചിപ്പാട്ട് വൃത്തം നദോന്നത അല്ലെ, നമുക്കറിയാവുന്ന കാര്യമാണ്. യെസ്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം ഇതാണ്, കോട്ടയം തമ്പുരാന്റെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മറ്റൊരു കവിതാ സാഹിത്യമാണ് ആട്ടക്കഥാ സാഹിത്യം എന്ന് പറയുന്നത്. ഈ ആട്ടക്കഥാ സാഹിത്യം എന്ന് പറയുന്നത് നമുക്കറിയാം കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥാ സാഹിത്യം എന്ന് പറയുന്നത്. ആട്ടക്കഥകളിലെ പദങ്ങളാണല്ലോ കഥകളിക്ക് പാടുന്നത് അല്ലെ. അപ്പൊ ഈ ആട്ടക്കഥകൾ ഉണ്ടായ കാര്യമൊക്കെ അറിയാം. രാമനാട്ടം, ആദ്യത്തെ രൂപം രാമനാട്ടമാണ്. കൊട്ടാരക്കര തമ്പുരാൻ രചിച്ചിട്ടുള്ള രാമനാട്ടം അല്ലെ. അത് ഒരു വാഗ്വാദം നമുക്കറിയാം. കോഴിക്കോട് മാനവേദ മഹാരാജാവും കൊട്ടാരക്കര തമ്പുരാനും തമ്മിലുള്ള തർക്കത്തിന്റെ ഫലമായിട്ടാണ് രാമനാട്ടം ഉണ്ടായതെന്നും പിന്നീട് അതിനെ പിൻപറ്റിയിട്ടാണ് ആട്ടക്കഥാ രൂപമായിട്ട് മാറുന്നത്, കഥകളിയായിട്ട് മാറുന്നതൊക്കെ പറയപ്പെടുന്നുണ്ട് അല്ലെ. അപ്പോ അതിൽ തന്നെ ഈ കോട്ടയം തമ്പുരാൻ അല്ലെ, കൊട്ടാരക്കര തമ്പുരാൻ വേറെ, രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ്. ഇവിടെ കോട്ടയം തമ്പുരാൻ അദ്ദേഹം എന്താണ് നമുക്കറിയാം,
അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 4 ആട്ടക്കഥകളുണ്ട്. ആ 4 ആട്ടക്കഥകളെ പറയുന്ന ഒരു വിശേഷണമുണ്ട്. കോട്ടം വിട്ടൊരു കോട്ടയം കഥകൾ 4 എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ, പഠിച്ചിട്ടുണ്ട് അല്ലെ. കോട്ടം വിട്ടൊരു കോട്ടയം കഥകൾ 4 എന്നുള്ള 4 ആട്ടക്കഥകൾ. ആ 4 ആട്ടക്കഥകളിൽ കോട്ടയം തമ്പുരാന്റെ ഏത് ആട്ടക്കഥയാണ് ഇവിടെ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്? പൗണ്ഡ്രകവധം, കിർമീരവധം, ബഗവധം, കല്യാണ സൗഗന്ധികം. ഇതിലേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് കോട്ടയത്ത് തമ്പുരാന്റെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്ത കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എ ആണ്, പൗണ്ഡ്രകവധമാണ്. ഓക്കെ, പൗണ്ഡ്രകവധം എഴുതിയതാരാണ്? അശ്വതി തിരുനാൾ രാമവർമ്മ തമ്പുരാനാണ്. അശ്വതി തിരുനാൾ രാമവർമ്മ തമ്പുരാനാണ് ഈ പൗണ്ഡ്രകവധം എഴുതിയത്. അദ്ദേഹത്തിന്റെ തന്നെ എന്താണ് പൂതനാമോക്ഷമുണ്ട്, അതുപോലെ തന്നെ എന്താണ് രുക്മിണി സ്വയംവരം, രുക്മിണി സ്വയംവരം, അതുപോലെ അംബരീഷ ചരിതം തുടങ്ങിയവയ്ക്ക് അശ്വതി തിരുനാളിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അതുപോലെ ഇരയിമ്മൻ തമ്പിയുടെ മറ്റൊരു ആട്ടക്കഥ ഉത്തരാ സ്വയംവരം അല്ലെ, വളരെ മനോഹരമായ ആട്ടക്കഥയാണ് ഇരയിമ്മൻ തമ്പിയുടെ. പിന്നെ നമുക്കറിയാം നമ്മുടെ നളചരിതം ആട്ടക്കഥ അല്ലെ, ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ, അതിനെക്കുറിച്ചുള്ള വിശേഷണങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആട്ടക്കഥകളൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ്. എങ്കിലും കോട്ടയത്ത് തമ്പുരാന്റെ ആട്ടക്കഥകൾ ആട്ടക്കഥാ സാഹിത്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ്. ഇനി നേരത്തെ സൂചിപ്പിച്ചില്ലേ, കോട്ടം വിട്ടൊരു കോട്ടയം കഥകൾ 4 എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇത് 3ഉം അദ്ദേഹത്തിന്റെ കൃതിയാണ്. ആരുടെ? കോട്ടയത്ത് തമ്പുരാന്റെ. അപ്പോൾ ഒരെണ്ണം കൂടി കാണണമല്ലോ, അതിന്റെ പേരാണ് എന്ത്? നിവാദ കവച കാലകേയവധം എന്ന് പറയുന്നത്. നിവാദ കവച കാലകേയവധം എന്ന് പറയുന്നത്. അപ്പോ 1, 2, 3, 4 ആട്ടക്കഥകള് കോട്ടയം തമ്പുരാനാണ്. ഇതാണ് കോട്ടം വിട്ടൊരു കോട്ടയം കഥകൾ 4 എന്നുള്ള വിശേഷണത്തിന് അർഹമായിട്ടുള്ള ആട്ടക്കഥകൾ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ദെൻ അടുത്ത ചോദ്യം. ഇതിനെ ബേസിന് ഒത്തിരി കാര്യങ്ങൾ പറയാണ്ട്, അതെല്ലാം നമുക്ക് എന്താണ് നേരിട്ട് സംവദിക്കുന്ന ക്ലാസ്സുകളിൽ നമുക്ക് എടുത്തു തരാം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം നോക്കാം. അപഹരണീയമായ വിധിയന്ത്ര തരിപ്പുകളിൽ അകപ്പെടാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന ദർശനത്തിന്റെ സാക്ഷ്യമെന്ന് പരാമർശിക്കുന്ന ആട്ടക്കഥ ഏതാണ്? എന്താന്ന് നോക്കിയേ, അപഹരണീയമായ വിധിയന്ത്ര തരിപ്പുകളിൽ അകപ്പെടാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിശേഷണം, എന്ന ദർശനത്തെ കുറിച്ച് പരാമർശിക്കുന്ന ആട്ടക്കഥ ഏതാണ്? ഉത്തരം ഏതൊക്കെ? നളചരിതം ആട്ടക്കഥ, ഉത്തരാ സ്വയംവരം, അംബരീഷ ചരിതം, കീചകവധം. ഏതായിരിക്കാം ഇങ്ങനെ ഒരു പറഞ്ഞ, അതായത് വിധിയന്ത്ര തരിപ്പുകളിൽ അകപ്പെടാൻ അല്ലെ, മനുഷ്യന്റെ വിധി ഏതാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു ആട്ടക്കഥയാണ് അല്ലെ. അപ്പൊ അത് ഏതായിരിക്കും? സംശയിക്കേണ്ട, ഉത്തരം എ ആണ്, നളചരിതം ആട്ടക്കഥയാണ് അല്ലെ. നളനും ദമയന്തിയും തമ്മിലുള്ള പ്രണയവും അവരുടെ വിവാഹവും പിന്നീട് അവരുടെ വേർപിരിയലും അവർ അനുഭവിക്കുന്ന യാതനകളൊക്കെ കുറിച്ച് പറയുന്ന ആട്ടക്കഥയാണ് നളചരിതം ആട്ടക്കഥ അല്ലെ. എന്താണ്? ഉണ്ണായി വാര്യർ നമുക്ക് സമ്മാനിച്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു ആട്ടക്കഥാ സാഹിത്യം ആണ് നളചരിതം ആട്ടക്കഥ. ഈ നളോപാഖ്യാനം എന്ന് പറയുന്ന മഹാഭാരതത്തിലെ പാണ്ഡവരോട് ബൃഹദേശ്വരൻ പറയുന്ന ഒരു സൂചിത കഥയാണ് നളന്റെ കഥ. അതായത് വനവാസത്തിന് ഇരിക്കുന്ന സമയത്തുള്ള പാണ്ഡവർ അനുഭവിക്കുന്ന യാതനകളെ പരാമർശിച്ചു കൊണ്ടിട്ട് ഇദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു സൂചിത കഥയാണ്. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഉണ്ണായി വാര്യര് ഈ നളചരിതം ആട്ടക്കഥ രചിക്കുന്നത്. 4 ദിവസം, നളചരിതം 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം. ഇനി 4 ദിവസത്തിലാണ് ഈ ആട്ടക്കഥ അരങ്ങേറുന്നത് അല്ലെ. പുഷ്കരൻ, കലി എന്ന കഥാപാത്രങ്ങളൊക്കെ വരുന്നത് നളചരിതത്തിലാണ്. അങ്ങനെ നളചരിതം ആട്ടക്കഥയിൽ ആ നളനും ദമയന്തിയും പുഷ്കരനും ഒക്കെ കടന്നു പോകുന്ന ആ വിധിയുടെ ആ യന്ത്രപ്പിരിവുകൾ, അല്ലെങ്കിൽ വിധിയുടെ ആ ഒരു വഴി, അതിലകപ്പെട്ട് അവർ അനുഭവിക്കുന്ന, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇങ്ങനെയൊരു ദർശനം അല്ലെങ്കിൽ ഇങ്ങനൊരു ആശയം, ഇങ്ങനൊരു വിശേഷണം വന്നിരിക്കുന്നത്. അപഹരണീയമായ വിധിയന്ത്ര തരിപ്പുകളിൽ അകപ്പെടാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന ദർശനം കൃതിയെക്കുറിച്ച്, ഏത് നളചരിതം ആട്ടക്കഥയെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം അല്ലെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവർ അനുഭവിച്ച യാതനകളെ കുറിച്ചിട്ട്. ഓക്കെ, അടുത്തത് കുമാരഹരണം പാന എന്ന പേരിൽ അറിയപ്പെടുന്ന കൃതി ഏതാണ്? കുമാരഹരണം പാന എന്നറിയപ്പെടുന്നത് ഇതെന്താണ്? കുമാരഹരണം പാന എന്ന് പറയുന്നത് നമുക്കറിയാം, ആരാണ് എഴുതിയത്? പൂന്താനമാണ് അല്ലെ. പൂന്താനമാണ്. പൂന്താനത്തിന്റെ
കൃതി എന്ന് പറയുമ്പോൾ ഒരു ഭക്തിയാണ്, അല്ലെ ഒരു ദാർശനികമായ തലം, ആത്മീയതയുടെ തലം, ഒരു തത്വചിന്തയുടെ തലം ഒക്കെ നമുക്ക് പൂന്താനത്തിന്റെ കൃതികളിൽ കാണാം. നമുക്ക് ജ്ഞാനപ്പാന എന്നൊരു ഒറ്റ കൃതി മാത്രം മതി അദ്ദേഹത്തെ എടുത്ത് കാണിക്കുവാനായിട്ട്, അല്ലെ. അദ്ദേഹം രചിച്ച ജ്ഞാനപ്പാന എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് പൂന്താനത്തെ കുറിച്ചിട്ട്. അദ്ദേഹത്തിന് മക്കളില്ലായിരുന്ന സമയത്ത് അദ്ദേഹം ഈ കൃതി രചിച്ചു. അതാണ് ഈ കുമാരഹരണം പാന എന്ന് പറയുന്നത്. ഈ കുമാരഹരണം പാന രചിച്ച് ശ്രീകൃഷ്ണനെ സ്തുതിക്കുന്ന സമയത്ത് അങ്ങനെ അതിൽ പ്രസാദിച്ചാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് വരം നൽകിയെന്നും അങ്ങനെ അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ടായെന്നും ആ കുഞ്ഞ് പിന്നീട് അകാല മൃത്യു അടയുകയും ആ മൃതദേഹവും വെച്ച് അദ്ദേഹം രചിച്ച ജീവിതത്തിലെ നൈരന്തര്യമായിട്ടുള്ള അല്ലെങ്കിൽ ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങളായ പല വിധിവിശേഷങ്ങളെ കുറിച്ച് അദ്ദേഹം പാടിയ ആ പാട്ടാണ് ഏത് ജ്ഞാനപ്പാന എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ അത്രയും തത്വചിന്താത്മകപരമായിട്ടുള്ള കൃതിയാണ് ജ്ഞാനപ്പാന. തന്റെ അനുഭവത്തിൽ നിന്നാണ് പൂന്താനം ആ കൃതി രചിച്ചതെന്ന് പറയപ്പെടുന്നു. അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, കുമാരഹരണം പാന എന്ന പേരിൽ അറിയപ്പെടുന്ന പൂന്താനത്തിന്റെ മറ്റൊരു കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വേറെ ഒന്നുമല്ല, സന്താന ഗോപാലം പാനയാണ്. ഓക്കെ, ഇവിടെ പാന എന്ന് പറഞ്ഞ പേര്, കുമാരഹരണം എന്ന പേര് ചോദിക്കാം, അല്ലെങ്കിൽ സന്താന ഗോപാലം എന്ന് മാത്രം ഇടാം. ഇതിപ്പോ ഞാൻ പാന ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവിടെയും പാന ഇട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷെ ചിലപ്പോൾ സന്താന ഗോപാലം എന്ന് മാത്രം ഇട്ടിട്ടുണ്ടാവും ഓപ്ഷനിൽ. ജ്ഞാനപ്പാന എന്തായാലും പാന ഇടാതെ നിവൃത്തിയില്ല, ജ്ഞാനം എന്ന് പറഞ്ഞ കൃതി ഇല്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോ നമുക്ക് എളുപ്പത്തിന് ഉത്തരം എഴുതാൻ പറ്റും. ജ്ഞാനപ്പാനയെ കുറിച്ച് ഞാൻ എടുത്തു പറഞ്ഞു നേരത്തെ. പക്ഷേ ഇങ്ങനെ പാന എന്ന പേരിവിടെ കൊടുത്തില്ല എങ്കിൽ ആ ഒരു പേര് തന്നെ കൊടുത്തിട്ടുണ്ടാവുള്ളൂ, സന്താന ഗോപാലം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു കൃതിയെയാണ് കുമാരഹരണം പാന എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിനു മുമ്പ് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അത് കേട്ടിട്ടാണെന്ന് തോന്നുന്നു. ഈ പറയുന്ന കുമാരഹരണം പാന, സന്താന ഗോപാലം പാനയുടെ മറ്റൊരു പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. കുമാരഹരണം പാന എന്നാണ് അതിന്റെ ഉത്തരം. എന്നിവിടെ നേരെ ആ ചോദ്യം തിരിച്ചിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബാക്കി അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ ഉണ്ട് കൊടുത്തിരിക്കുന്നത്. പൂന്താനത്തിന്റെ കൃതികളാണ്. പാർത്ഥസാരഥി സ്തവം, ഭാഷാ കർണാമൃതം തുടങ്ങിയവയൊക്കെ പൂന്താനത്തിന്റെ കൃതികളായിട്ടാണ് പറയുന്നത്. ഓക്കെ, ഏകദേശം 20ഓളം കൃതികൾ ഉണ്ടെന്നാണ് ഉള്ളൂർ തന്റെ കേരള സാഹിത്യ ചരിത്രത്തിൽ പറയുന്നത്. പൂന്താനത്തെ കുറിച്ച് 26ഓളം കൃതികൾ കണ്ടെടുത്തിട്ടുണ്ടെന്ന് മറ്റു ഭാഷാ പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു. ഓക്കെ, ദെൻ അടുത്ത് നോക്കിയേ, ചതുരന്ത്യം എന്ന കൃതി രചിച്ചതാരാണ്? ചതുരന്ത്യം എന്ന കൃതി രചിച്ചതാരാണ്? ഇത് മറ്റൊരു മലയാള മഹാകാവ്യ രംഗത്തുള്ള ഒരു കൃതിയാണ് ചതുരന്ത്യം എന്ന് പറയുന്നത്. അപ്പൊ അത് രചിച്ചത് ആരാണെന്ന് നോക്കാം. പുനൻ നമ്പൂതിരി, അർണോസ് പാതിരി, ഗുണ്ടർട്ട്, മേൽപ്പത്തൂര്. ഇതിൽ ആരാണ് ചതുരന്ത്യം എന്ന കൃതി രചിച്ചതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ പുനൻ നമ്പൂതിരി നമുക്കറിയാം, മുത്തകങ്ങളൊക്കെ എഴുതിയ പുനൻ നമ്പൂതിരി നമുക്കറിയാം. മേൽപ്പത്തൂര് നാരായണി എഴുതിയത്. ഗുണ്ടർട്ടും അർണോസ് പാതിരിയുമാരാണ്, രണ്ട് മിഷണറിമാരാണ്, ജെസ്യൂട്ട് മിഷണറിമാരായിരുന്നു. ഒരാള് ഗുണ്ടർട്ട് നമുക്കറിയാം അച്ചടി നമുക്ക് സമ്മാനിച്ച വ്യക്തിയാണ്. മാത്രമല്ല ഇംഗ്ലീഷ് മലയാള നിഘണ്ടു പോലുള്ള നിഘണ്ടുക്കൾ നമുക്ക് തയ്യാറാക്കി തന്നു. അതുപോലെ മലയാള വ്യാകരണപരമായിട്ടുള്ള പല തലങ്ങളെയും കുറിച്ചും മലയാള ഭാഷയുടെ പല വളർച്ചയെയും കുറിച്ച് പഠനം നടത്തിയ വ്യക്തിയാണ് ഗുണ്ടർട്ട്. അതുപോലെ തന്നെ അർണോസ് പാതിരിയും തൻ്റെ നാട്ടിൽ വിദേശത്ത് നിന്ന് ജർമ്മനിയിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് എത്തുകയും ഇവിടെ ഉദയംപേരൂർ സുന്നഹദോസ്, അതുപോലെ തന്നെ കൂനൻകുരിശ് സത്യം, ഇതൊക്കെ നടന്ന സമയത്ത് ഒരു പിളർപ്പിന്റെ വക്കിലായ ക്രൈസ്തവ സമൂഹത്തെ ഒന്നിച്ചു നിർത്തുന്നതിനുള്ള ഒരു ദൗത്യവുമായി എത്തുകയും അദ്ദേഹം ഇവിടെ വന്ന് സംസ്കൃതവും മലയാളവും ഒക്കെ പഠിക്കുകയും അതിനുശേഷം മലയാളത്തിലൊക്കെ കൃതികൾ രചിച്ച വ്യക്തിയാണ് അർണോസ് പാതിരിയൊക്കെ. ഓക്കെ, അപ്പൊ ഈ രണ്ട് കവികളിൽ നിന്ന് പ്രമുഖരിൽ നിന്ന് വ്യത്യസ്തനാണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചതുരന്ത്യം എന്ന് പറയുന്ന കൃതി രചിച്ചത് വേറെ ആരുമല്ല, ഓപ്ഷൻ ബി ആണ്, അർണോസ് പാതിരിയാണ്. ഓക്കെ, അർണോസ് പാതിരി. എണസ്തോർ എന്നാണ് സ്ലേഡൻ എന്ന രീതിയിലാണ് അദ്ദേഹം, ഹേഗ് സ്ലേഡൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ജർമ്മനിയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്, ജർമ്മനിയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ കൃതികളിലൊക്കെ മാതാവിന്റെ ദുഃഖത്തെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. യേശുവിന്റെ മാതാവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും മാതാവില്ലാത്തൊരു ബാല്യകാലമായിരുന്നു തൻ്റെതെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാമെന്ന് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഓക്കെ, ആരുടെ? അർണോസ് പാതിരിയുടെ. പിന്നീട് അദ്ദേഹം വൈദിക വിദ്യാർത്ഥിയായി ജെസ്യൂട്ട് മിഷണറി സഭയുടെ പ്രതിനിധിയായിട്ട് ഇന്ത്യയിലേക്ക് എത്തുകയാണ് ചെയ്തത്. അവിടെ ഗോവയിൽ വന്നു, അവിടെ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് വരികയും കൊടുങ്ങല്ലൂർ സ്ഥലങ്ങളിൽ വികാരിയാവുകയും അതുപോലെ ക്രൈസ്തവ സഭയുടെ മികച്ച ഒരു മിഷണറി ആയിട്ട് മാറുകയൊക്കെ ചെയ്ത വ്യക്തിയാണ് അർണോസ് പാതിരി. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില കൃതികളാണ്, ഒന്നാണ് ഈ ചതുരന്ത്യം എന്ന് പറയുന്നത്. മറ്റുള്ളത് എന്താണ് നമ്മുടെ പുത്തൻപാന എന്ന് പറയുന്ന കൃതി അദ്ദേഹത്തിൻ്റെതാണ്. പുത്തൻപാന എന്ന് പറഞ്ഞ കൃതി വളരെ മനോഹരമായ ഒരു കാവ്യമാണ്.
അതുപോലെ ഒരുപാട് കൃതികൾ അദ്ദേഹത്തിന്റെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ചതുരന്ത്യം എന്ന് പറയുന്നത് അതിന്റെ പ്രത്യേകത പറയാം. ചതുരന്ത്യം എന്ന് പറയുന്നത് മരണവുമായിട്ട് ബന്ധപ്പെട്ട മരണവും മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് വ്യാഖ്യാനിക്കുന്ന ഒരു ക്രൈസ്തവ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുന്ന ഒരു കൃതിയാണ് ചതുരന്ത്യം എന്ന് പറയുന്നത്. 4 സർഗങ്ങൾ 4 പർവ്വങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് മരണപർവം എന്ന് പറയുന്നത് മഹാഭാരതത്തെ അടിസ്ഥാനം, മഹാഭാരതത്തിലാണല്ലോ ഈ പർവ്വം എന്ന് പറയുന്നത്. ഓക്കെ, മഹാഭാരതത്തിലാണ് ഈ പർവം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് അദ്ദേഹം ഇവിടെ എന്ത് ചെയ്തത്, അദ്ദേഹം ഈ ചതുരന്ത്യത്തിനെ തിരിച്ചിരിക്കുന്നത്. മരണപർവമുണ്ട്, പിന്നെ എന്താണ് വിധി പർവം എന്ന് പറയുന്നുള്ള പർവം, പിന്നെ എന്താണ് വിധി പർവം, നരകപർവം എന്ന് പറയുന്നത്, പിന്നെ മോക്ഷപർവം. ഇങ്ങനെ 4 പർവങ്ങളായിട്ടാണ് ഈ കൃതി തിരിച്ചിരിക്കുന്നത്. ഏത് ചതുരന്ത്യം. ഓക്കെ, അപ്പൊ മരണത്തിന് ശേഷമുള്ള മനുഷ്യന്റെ അവസ്ഥ അല്ലെങ്കിൽ ആത്മാവിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ രീതിയിൽ ക്രൈസ്തവ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ആര് പറഞ്ഞതാണ്, അർണോസ് പാദ്രി ഈ കൃതിയിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നു. കേട്ടോ, ജനോവ പർവം, അതുപോലെ മറ്റൊരു കൃതി ജനോവ പർവം എന്ന് പറഞ്ഞിട്ടൊരു കൃതി അദ്ദേഹത്തിൻ്റെതുണ്ട്. പുത്തൻപാന പോലുള്ള കൃതികളൊക്കെ അദ്ദേഹത്തിൻ്റെതുണ്ട്. അതിലൊക്കെ ഈ പറയുന്ന, അതായത് ഒരു മിഷണറിയുടെ ജോലി എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെതായിട്ടുള്ള എന്താ വ്യാപനമൊക്കെ ആണെങ്കിൽ തന്നെയും കൂടുതലും നമ്മുടെ മലയാള ഭാഷയെയും മലയാള സംസ്കാരത്തെയും ഒക്കെ അറിഞ്ഞ് പ്രവർത്തിച്ച ആളുകളിൽ ഒന്നാണ് ആര്, ഈ അർണോസ് പാദ്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ചതുരന്ത്യം എന്ന് പറഞ്ഞ കൃതി രചിച്ചത് അർണോസ് പാദ്രി. ചതുരന്ത്യത്തിന്റെ 4 പർവ്വങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്, 4 പർവ്വങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എന്താണ്, വഞ്ചിപ്പാട്ട് എന്ന നിലയിൽ ഒരു സാഹിത്യകൃതി ആദ്യമായി രചിച്ചത് കുഞ്ചൻ നമ്പ്യാരാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ വഞ്ചിപ്പാട്ട് എന്ന് പറയുമ്പോൾ സാഹിത്യ രൂപം ശ്രദ്ധിക്കാം. നേരത്തെ നദോന്നത വൃത്തത്തെ കുറിച്ച് നമ്മൾ ചോദ്യം വന്നപ്പോൾ പറഞ്ഞൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ടെന്ന്. വഞ്ചിപ്പാട്ട് എന്ന വൃത്തം എന്ന് പറയുന്നത്, വഞ്ചിപ്പാട്ട് എന്ന കാവ്യരൂപം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആരാണ്, കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയ രാമപുരത്ത് വാര്യരാണ്. അപ്പൊ ഇവിടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണ് ആദ്യത്തെ വഞ്ചിപ്പാട്ട് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് കുഞ്ചൻ നമ്പ്യാരാണ് ഇവിടെ വഞ്ചിപ്പാട്ട് ആദ്യമായിട്ട് എഴുതിയെന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവാണ്. അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ളത് തുള്ളൽ കൃതികളാണ്. അതുപോലെ മണിപ്രവാള, ശ്രീകൃഷ്ണൻ എഴുതുന്ന മണിപ്രവാളം ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ തന്നെയും വഞ്ചിപ്പാട്ട് എന്ന രീതിയിലേക്ക് എന്താണ് കുഞ്ചൻ നമ്പ്യാർ വന്നിട്ടുണ്ടോ എന്നാണ് നമ്മുടെ സംശയം, അല്ലെ? ഇപ്പൊ വഞ്ചിപ്പാട്ട് വൃത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അധോന്നത, ആ വൃത്തത്തിലൊരു കവിത നമ്മുടെ കുമാരനാശൻ രചിച്ചിട്ടുണ്ട്, അല്ലെ? കരുണ എന്ന് പറയുന്ന കവിത, കരുണ എന്ന ഖണ്ഡകാവ്യം ഏതിലാണ്, വഞ്ചിപ്പാട്ട് വൃത്തത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു കാവ്യമാണ്. അപ്പോൾ ഇവിടെ കുഞ്ചൻ നമ്പ്യാർ വഞ്ചിപ്പാട്ട് നിർമ്മിച്ചിട്ടുണ്ടോ എന്നൊരു അഭിപ്രായമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ ഉണ്ട് എന്നാണ് ഇവിടെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് വേറെ ആരുമല്ല, ഓപ്ഷൻ ബി ആണ്, സാഹിത്യ പഞ്ചാനനൻ PK നാരായണ പിള്ളയാണ് ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം വഞ്ചിപ്പാട്ടിനെ കുറിച്ച് പഠനം നടത്തുകയും വഞ്ചിപ്പാട്ടിന്റെ 2 രീതികൾ, ഒന്ന് ചൊൽക്കാഴ്ചകൾ മാത്രമുള്ള വഞ്ചിപ്പാട്ടുകളായിട്ടും മറ്റൊന്ന് നദോന്നത വൃത്തത്തിൽ എഴുതപ്പെട്ടുള്ള വഞ്ചിപ്പാട്ടായിട്ട് 2ആയിട്ട് തിരിച്ചിരിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് കുഞ്ചൻ നമ്പ്യാർ എഴുതിയ കിരാതം എന്ന് പറയുന്ന ഒരു വഞ്ചിപ്പാട്ടാണ് എന്ന് സാഹിത്യ പഞ്ചാനനൻ അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, ആ കൃതിയാണ് ആദ്യമായിട്ട് വഞ്ചിപ്പാട്ട് സാഹിത്യത്തിൽ വന്നതെന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത്, കുഞ്ചൻ നമ്പ്യാരുടെ കൃതിയായിട്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നദോന്നത വൃത്തം ഉപയോഗിച്ച് തന്നെയാണ് പിന്നീട് രാമപുരത്ത് വാര്യർ രചിക്കുന്നത്. ഇത് ഈ വൃത്തം ഉപയോഗിച്ചാണ് ആശാൻ കരുണ രചിച്ചത്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ കാച്ചിക്കുറുക്കിയ വാൽമീകി രാമായണം എന്ന് കണ്ണശ രാമായണത്തെ വിളിച്ചത് ആരാണ്? പുതുശ്ശേരി രാമചന്ദ്രനാണ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ, അതുപോലെ കൽപ്പിച്ചുണ്ടാക്കിയ രാമായണം എന്ന് പറഞ്ഞിട്ട് കോവണ്ടി നെടുങ്ങാടി രാമചരിതത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റൂർ കൃഷ്ണ പിഷാരടിയും അതുപോലെ P ഗോവിന്ദപിള്ളയും അതുപോലെ R നാരായണ പണിക്കരും സാഹിത്യ പഞ്ചാനനും PK നാരായണ പിള്ളയും ഒക്കെ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് HSA പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും വരും. അപ്പൊ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് പഠിക്കേണ്ട അത്യാവശ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മാപ്പിളപ്പാട്ടിന്റെ താളക്രമത്തിന് വിളിക്കുന്നത് എന്താണ്? അടുത്ത സാഹിത്യ രൂപമാണ് മാപ്പിളപ്പാട്ട്. മാപ്പിളപ്പാട്ടിന്റെ താളക്രമത്തിന് വിളിക്കുന്ന പേരെന്താണ്? കമ്പി, കഴുത്ത്, ഇശൽ, വാൽക്കമ്പി. ഇതിൽ എന്താണ് മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിന് വിളിക്കുന്ന പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാപ്പിളപ്പാട്ട് പാടുന്ന കുട്ടികൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. കാരണം മാപ്പിളപ്പാട്ട് പാടുമ്പോൾ തന്നെ ആ ഒരു ഈണമൊക്കെ നമ്മൾ അനൗൺസ്മെന്റ് ചെയ്തിട്ടാണ് ആ മത്സരത്തിന് പങ്കെടുക്കുക, അല്ലെ? അപ്പൊ ഏതായിരിക്കും ഉത്തരം? ഓപ്ഷൻ സി ആണ്, ഇശൽ എന്നാണ് അതിനെ പറയുന്നത്.
ഓക്കെ, ഇശലുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇശലുകളുണ്ട്. അതായത് തൊങ്കൽ, അതുപോലെ എന്താണ് കമ്പി, കമ്പിയല്ല തൊങ്കലുണ്ട്. കമ്പി എന്ന് പറയുന്നത് വേറെ പ്രാസമാണ്, ഞാൻ പറഞ്ഞുതരാം. തൊങ്കലുണ്ട്, അതുപോലെ തന്നെ എന്താ കപ്പപ്പാട്ട്, പിന്നെ ഒപ്പന മുറുക്കം, ഒപ്പന ചായൽ, അതുപോലെ വിരുത്തം, അങ്ങനെയുള്ള ഒരുപാട് ഇശലുകളുണ്ട്. അപ്പൊ ഈ ഇശലുകളിലാണ്, ആ ഈണത്തിനെയാണ് എന്ത് പറയാ, താളക്രമത്തിലാണ് ഈ മാപ്പിളപ്പാട്ട് പാടുന്നത് കേട്ടോ. പിന്നെ ഈ കമ്പി എന്ന് പറയുന്നത് എന്താണ്, അത് മാപ്പിളപ്പാട്ടിൽ ഉപയോഗിക്കുന്ന ആദ്യാക്ഷര പ്രാസമാണ്. എന്താണ്? ആദ്യാക്ഷര പ്രാസമാണ് കമ്പി എന്ന് പറയുന്നത്. അതായത് ആദ്യാക്ഷര പ്രാസം എന്താണെന്ന് അറിയാലോ, എല്ലാ വരിയിലും ഒരേ അക്ഷരം ആവർത്തിക്കുന്നത്. കഴുത്ത് എന്ന് പറയുന്നത് ദ്വിതീയാക്ഷര പ്രാസമാണ്. ദ്വിതീയാക്ഷര പ്രാസം എല്ലാ വരിയിലും രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ വരുന്നത്. വാൽക്കമ്പി എന്ന് പറയുന്നത് അന്ത്യാക്ഷര പ്രാസമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വരിയിലും അവസാനത്തെ അക്ഷരം ഒരുപോലെ വരുന്നത്. ഇത് കൂടാതെ വാലുമ്മൽ കമ്പി എന്ന് പറയുന്നിട്ടുള്ള ഒരു പ്രാസവും കൂടി ഉണ്ട്. വാലുമ്മൽ കമ്പി അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്താതി പ്രാസമാണ്. അന്താതി പ്രാസം. ഇങ്ങനെയാണ് എന്ത് മാപ്പിളപ്പാട്ടിന്റെ വരികള്, ഇശലുകളൊക്കെ പോകുന്നത്. പിന്നെ മാപ്പിളപ്പാട്ടിന്റെ ആദ്യകാലത്തെ പേര്, അതായത് മാപ്പിളപ്പാട്ടിന്റെ ആദ്യകാലത്തെ പേര് സബീന പാട്ടുകൾ എന്നാണ് പറഞ്ഞിരുന്നത്. മാപ്പിളപ്പാട്ട് എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ആരാണെന്ന് അറിയാലോ, 1932 അൽ അമീൻ പത്രത്തിലൂടെ ആരാണ്, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് ഈ മാപ്പിളപ്പാട്ട് എന്ന പദം ആദ്യം ഉപയോഗിച്ചത് എന്ന് അഭിപ്രായപ്പെടുന്നത് ചരിത്രകാരനായ KK അബ്ദുൽ കരീമാണ്. ഓക്കെ, അദ്ദേഹമാണ് തന്റെ ലേഖനത്തിലൂടെ, തന്റെ പഠനത്തിലൂടെ അബ്ദുൾ റഹ്മാൻ സാഹിബ് അൽ അമീൻ പത്രത്തിലൂടെയാണ് മാപ്പിളപ്പാട്ട് എന്ന പദം ആദ്യം ഉപയോഗിച്ചതെന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അതിന്റെ ആദ്യത്തെ പേര് എന്ന് പറയുന്നത് സബീന പാട്ടുകൾ എന്നാണ്. മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ കെസ് പാട്ടുണ്ട്, കിസ്സ പാട്ടുണ്ട്, കല്യാണപ്പാട്ടുണ്ട്, പടപ്പാട്ടുണ്ട്, അല്ലെ, ഒത്തിരി പാട്ടുകളുണ്ട്. അപ്പൊ അതെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ പറയുന്ന മാപ്പിളപ്പാട്ട്. അതില് താളക്രമത്തിനെ പറയുന്നത് ഇശൽ എന്നാണ്. ഇശൽ എന്നാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. നേർച്ചപ്പാട്ടുകൾ എന്ന് ആദ്യം അറിയപ്പെട്ടിരുന്ന പാട്ട് ഏതാണ്? ഇതും മാപ്പിളപ്പാട്ട് സാഹിത്യത്തിൽ ഉൾപ്പെടുന്നതാണ്. നേർച്ചപ്പാട്ടുകൾ എന്ന് ആദ്യം അറിയപ്പെട്ടിരുന്ന പാട്ടുകൾ മാലപ്പാട്ടുകൾ, കെസ് പാട്ടുകൾ, പടപ്പാട്ടുകൾ, സർക്കീട്ട് പാട്ടുകൾ. ഇതിലേതാണ് നേർച്ചപ്പാട്ട് എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ്. മാലപ്പാട്ടുകളാണ് നേർച്ചപ്പാട്ടുകൾ എന്ന പേരിൽ ആദ്യം അറിയപ്പെട്ടിരുന്നത് കേട്ടോ. അപ്പൊ ഈ മാപ്പിളപ്പാട്ട് സാഹിത്യത്തിൽ ഉൾപ്പെടുന്ന പാട്ടുകൾ തന്നെയാണ് ഈ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. മാലപ്പാട്ടുകള്, കെസ് പാട്ട് ഞാൻ പറഞ്ഞതാണ്, പടപ്പാട്ടുകൾ ഞാൻ പറഞ്ഞാണ്, സർക്കീട്ട് പാട്ട്, അതിൽ തന്നെ മാലപ്പാട്ടുകളുടെ ആദ്യത്തെ പേര് നേർച്ചപ്പാട്ടുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. ഓക്കെ, ഇതിലെ പിന്നെ നമ്മുടെ മാപ്പിളപ്പാട്ട് സാഹിത്യത്തിലെ ഏറ്റവും മികച്ച ഒരു കൃതി എന്ന് പറയുന്നത് ഏതാണ്? മുഹിയുദ്ദീൻ മാല, അല്ലെ, ആദ്യമായിട്ട് കണ്ടെടുത്ത കൃതി മുഹിയുദ്ദീൻ മാലയാണ്. ഖാസി മുഹമ്മദിന്റേതാണ്. പിന്നെ കോഴിക്കോട് മോയിൻകുട്ടി വൈദ്യർ, അദ്ദേഹമാണ് മാപ്പിളപ്പാട്ട് സാഹിത്യത്തിലെ ഏറ്റവും വലിയൊരു ഗായകനും കവിയും ഒക്കെ ആയിരുന്ന വ്യക്തി, അല്ലെ, മഹാകവി മോയിൻകുട്ടി വൈദ്യർ എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടിൻ്റെതായിട്ടുള്ള ആ ഒരു വരവ് അറബി മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഷാ സംസ്കരത്തിൽ നിന്നാണ്, ഭാഷാ സങ്കര രൂപത്തിൽ നിന്നാണ് അങ്ങനെ ഒരു മാപ്പിളപ്പാട്ട് സാഹിത്യം ഉടലെടുത്തത്. പിന്നീട് അത് മത്സരങ്ങൾക്ക് മാത്രമായിട്ട് ഒതുങ്ങി കൂടുന്നുള്ളതാണ് ഭയങ്കര കഷ്ടം തന്നെ. എങ്കിലും ഇസ്ലാം സമൂഹത്തിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, അവരുടെ ആഘോഷങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട വളരെ മനോഹരമായിട്ടുള്ള അറബി മലയാള പദങ്ങളൊക്കെ രൂപപ്പെടുത്തിയ പാട്ടുകളാണ് ഈ പറയുന്ന മാപ്പിളപ്പാട്ടുകൾ. അതിലെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു പടപ്പാട്ടുണ്ട്. ബദറുൽ മുനീർ ഹുസ്നുൽ ജമാലിനെ കുറിച്ചൊക്കെ പാടുന്ന പാട്ടുകളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ തന്നെ, ആസ്വദിക്കുന്ന രീതിയിലുള്ള പാട്ടുകളാണ്. അതെല്ലാം നമുക്ക് മലയാള സാഹിത്യത്തിലേക്ക് വളരെ ഉൾപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നോക്കിയേ, മതികമല വികാസ ഹേതുഭൂതം എന്ന വരി ഏത് കൃതിയിലേതാണ്? ഒരു വരി ശ്രദ്ധിക്കുക. മതികമല വികാസ ഹേതുഭൂതം എന്ന വരി ഏത് കൃതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ എ ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളം, 2 നളചരിതം മണിപ്രവാളം, 3 ഹരിശ്ചന്ദ്ര ചരിതം മണിപ്രവാളം, 4 ശാകുന്തള മണിപ്രവാളം. ഉത്തരം ഏതാണ്? 1 ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളം എന്ന് പറയുന്ന കൃതിയിലെ വരികളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് ആരെഴുതിയതാണെന്ന് അറിയാലോ? കുഞ്ചൻ നമ്പ്യാർ എഴുതിയിട്ടുള്ള മണിപ്രവാള കൃതിയാണ്. മഹാകാവ്യ പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന കൃതികളാണ്. മഹാകാവ്യ ലക്ഷണങ്ങള് പൂർണ്ണമായും പാലിച്ചെഴുതപ്പെട്ട 4 മഹാകാവ്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൽ ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളം എഴുതിയത് കുഞ്ചൻ നമ്പ്യാരാണ്. അതിലാണ് 12 ശീലികളിലായിട്ട് 912 ശ്ലോകങ്ങളാണ് ഈ ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളത്തിലെ കുഞ്ചൻ നമ്പ്യാർ രചിച്ചിട്ടുള്ളത്. ഓക്കെ, നളചരിതം മണിപ്രവാളം രചിച്ചത് ആരാണ്? ഇത് രചിച്ചത് ആരാണ്? നളചരിതം അട്ടക്കഥയിൽ വ്യത്യസ്തമായിട്ട് നളചരിതം മണിപ്രവാള കൃതി രചിച്ചത് മാടായിൽ
മാടായിൽ മന്ദൻ ഗുരുക്കളാണ്. മാടായിൽ മന്ദൻ ഗുരുക്കളാണ് ഈ പറഞ്ഞ നളചരിതം മണിപ്രവാളം രചിച്ചത്. ഇത് 1519 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. ഹരിശ്ചന്ദ്ര ചരിത മണിപ്രവാളം രചിച്ചത് നരിക്കുനി ഉണ്ണീരിക്കുട്ടി വൈദ്യരാണ്. നരിക്കുനി ഉണ്ണീരിക്കുട്ടി വൈദ്യർ. ഇത് 1002 ശ്ലോകങ്ങളാണ് ഹരിശ്ചന്ദ്ര ചരിത മണിപ്രവാളത്തില് ഉള്ള ശ്ലോകങ്ങൾ എന്ന് പറയുന്നത്. ശാകുന്തള മണിപ്രവാളം രചിച്ചത് ആരാണ്? ചേളായി. ചോളായി അല്ല, ചേളായി ട്ടോ. ചേളായി കൃഷ്ണൻ എളേടം. കൃഷ്ണൻ എളേടം എന്നാണ്. ചേളായി കൃഷ്ണൻ എളേടം എന്ന് പറയുന്ന കവി രചിച്ചാണ് ശാകുന്തള മണിപ്രവാളം. പക്ഷെ ഈ ശാകുന്തള മണിപ്രവാളത്തിന് എന്താണ് നമ്മുടെ ശാകുന്തളം, മലയാള ശാകുന്തളം എന്ന് പറയുന്ന കൃതിയുടെ അത്ര ഒരു ഏഴെഴുത്ത് പോലും വന്നിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം പണ്ഡിതന്മാർക്കാണ്. എന്തുവാട്ടെ, നമുക്കതിനും അതിലെ ഉള്ളറകളിലേക്ക് പോകണം. നമുക്ക് പഠിക്കാനുള്ള പേരുകളും അതിന്റെ എഴുതിയ ആൾക്കാരുടെ പേരുകളും വളരെ പ്രധാനപ്പെട്ടാണ്. ഇത് 4 മണിപ്രവാള സാഹിത്യ മഹാകാവ്യ സാഹിത്യ പ്രസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഈ മണിപ്രവാളം എന്ന പേര് നമുക്കറിയാലോ, ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് മണിപ്രവാളം സംസ്കൃതവും മലയാളം കൂട്ടിക്കാലത്ത് രചിക്കപ്പെടുന്നത്. അതിൽ തന്നെ ഉൾപ്പെടുന്നതാണ് മഹാകാവ്യ ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ളതാണ് ഈ 4 കൃതികളും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് അത് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടാവില്ല. അതുപോലെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങളാണ് ഇനി നമുക്ക് വരുന്ന HSA പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നത്. വേറെ ഒന്നുമല്ല, വരുന്ന HSA എന്ന് പറയുന്നത് അവസാനത്തെ HSA ആണ്, HST അല്ലെ, HST ആണ്. അത് എല്ലാവരെയും സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, ഖാദർ കമ്മീഷന്റെ റിപ്പോർട്ട് വരുന്ന 6 മാസത്തിനുള്ളിൽ തന്നെ നടപ്പാക്കാൻ ശ്രമിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തും ആയിക്കോട്ടെ, ഗവൺമെന്റ് അതിൻ്റെതായിട്ടുള്ള ത്വരിത നടപടികളിലേക്ക് പോവുകയാണ്. നമ്മൾ ഇനി അത് കൂടുതലായിട്ടുള്ള ആലോചിച്ച് തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അവസരത്തിൽ ഏറ്റവും ഒരു ഡെഡ് ലൈൻ ആണ് HSA മലയാളം അധ്യാപകരെ സംബന്ധിച്ച്. അതുകൊണ്ട് ആദ്യത്തെ 10 റാങ്കിൽ, ഏത് ജില്ലയിലായിക്കോട്ടെ, ആദ്യത്തെ 10 റാങ്കിൽ ഉൾപ്പെടുന്ന രീതിയിലുള്ള ഒരു പഠനം നിങ്ങൾ ഉൾപ്പെടുത്തിയേ പറ്റൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ JLearn HSA 2005 HSA മലയാളം എന്ന് പറയുന്ന പുതിയൊരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ ഫുൾ മെന്റർഷിപ്പ് എന്ന് പറയുന്നത് ഞാനാണ്. എൻ്റെ നേതൃത്വത്തിലാണ് ഈ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഏത് സംശയവും നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങളുടെ പഠനം ക്രമീകരിക്കേണ്ടത്, അല്ലെങ്കിൽ സിലബസിന് എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത്, നിങ്ങളുടെ ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾക്കും സംശയം മാറ്റാനായിട്ട് എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആദ്യം ചേരുന്ന കുറച്ച് പേർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകളാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഫോൺ നമ്പർ മറക്കരുത്, 9778285055 9497818708. ഓക്കെ, ഈ 2 നമ്പറിൽ ഏതെങ്കിലും വിളിച്ച് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കൂടെ ഡീറ്റെയിൽ അറിയാവുന്നതാണ്. അപ്പോൾ വരുന്ന HSA പരീക്ഷ മലയാളം എഴുതാൻ തയ്യാറായിരിക്കുന്ന കുട്ടികൾക്ക് വളരെ സ്നേഹത്തോടെ ഈ നമ്മുടെ JLearn ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വരിക, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. 2026 ഇപ്പോഴുള്ള HSA റാങ്ക് ലിസ്റ്റ് അവസാനിക്കും. അപ്പോൾ 2026 അവസാനമോ 2027 പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അങ്ങനെ വന്ന് 2027 തുടങ്ങിയുള്ള 28 തന്നെ നമുക്ക് സർവീസിൽ കയറണം. നമുക്ക് നമ്മളെ സംബന്ധിച്ച് മലയാള ഭാഷ അധ്യാപകരാവുക എന്നുള്ളത് സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സ്വപ്ന ജോലി കാത്തിരിക്കുന്നവർക്ക് ധൈര്യമായിട്ട് JLearnോടൊപ്പം ജോയിൻ ചെയ്യാം. ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ. പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്ന് ജോലിയിൽ പ്രവേശിക്കുന്നവരെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. ഓക്കെ, ബൈ.